മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ അപ്പൊ പറയാൻ പൊന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ് തോന്നുന്നു. അപ്പൊ അതിന്റെ നെഗറ്റീവ് കമന്റുകൾ കുറെ വന്നിട്ടുണ്ട്. സ്വാഭാവികം. അമ്മൂമ്മ മരിച്ചു, കഷ്ടായി. അതൊക്കെ സ്വാഭാവികമാണ്, പല അവസ്ഥകൾ വരും. പക്ഷെ എന്തായാലും ഇന്നത്തെ നമ്മൾ ഡേ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചു. വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അപ്പൊ ഇപ്പൊ നമുക്ക് രാവിലെ ഒരു 5:30 ആകുമ്പോഴേക്ക് എഴുന്നേക്കണം. ഞങ്ങൾക്ക് ഇവിടെ ചടങ്ങ് തീരുന്ന ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് എന്നും രാവിലെ ബലി ഇടും. പിന്നെ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും മേമയ്ക്ക് നല്ല ചൂട് കൊടുക്കുന്ന കട്ടൻ ചായ കൊണ്ടുവരും കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഇരുന്നോണ്ടിരുന്ന് കുടിക്കും. അങ്ങനെ ചായ കുടിക്കലും ഇങ്ങനെ ഫോണിൽ നോക്കിയൊക്കെ ഇരിക്കും. ക്ലാസ്സിൽ പോയതും എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വന്നു കഴിക്കാനായിട്ട് അപ്പം മോട്ടോറോസ്റ്റും കൂടി വേണ്ട, ഞാൻ പല്ലിയതില്ല, പുട്ടും കടലേ മതി. അപ്പൊ ഇന്ന് പുട്ടും കടലാട്ടെ. എനിക്കാണെങ്കിൽ പുട്ടും കടലും തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ ഇവിടെ നമുക്കൊന്നും പറയാൻ പറ്റാത്തോണ്ട് ഞാൻ ഇതിരുന്ന് കഴിക്കാം. കറിയൊക്കെ ഇഷ്ടപ്പെട്ടു. സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ചായ വേണോ വെച്ചാൽ ഞാൻ പറഞ്ഞു ചായ വേണ്ട, വെള്ളം മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ മേമോട് പറഞ്ഞു കുറച്ച് അച്ചാർ ഇട്ടേര് ചോദിച്ചു. ഭയങ്കരം തന്നെ. ഇതിനപ്പുറം ഞാൻ കുറച്ച് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഫുഡൊക്കെ ഇരുന്ന് കഴിക്കും. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. ഉറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും പുളിയച്ചാറൊക്കെ തിന്നണു. ഇത് നെയ്യ് വട എന്ന് പറയും. അതൊക്കെ ഞാനും കഴിക്കാൻ തുടങ്ങി. എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക. 10 കൊണ്ട് നിറയട്ടെ. നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിക്കായിരുന്നു. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് പരിപ്പ് കൂട്ടാനും കേബേജ് ഉപ്പേരും അച്ചാറ് പപ്പടം രസം. തിന്നു മുടിക്കാൻ മാത്രമായിട്ടുണ്ട് ജന്മം. എനിക്കാണെങ്കിൽ ഇറച്ചി മീനും ഇല്ലാതെ ഫുഡ് കഴിക്കാൻ ഇഷ്ടേ ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ കുറച്ചു നേരം കിടക്കുമ്പോഴേക്കും പരിപ്പ് വട, പഴംപൊരി, ഉഴുന്നുവട, എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. അങ്ങനെ ഇതെന്ത് കൊടുന്നാലും ആദ്യം എന്റെ മുന്നിലായിട്ട് കൊടുന്ന് വെക്കുക. ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ, തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. ഒരു 6 മണിക്ക് ആകുമ്പോഴേക്ക് ആപ്പിളും പിന്നെ എന്തിട്ടായിരുന്നു വേറെ എന്തോ ഒരു ഫ്രൂട്ടും കൂടി കട്ട് ചെയ്ത് കൊടുന്ന് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. സ്ഥിരാണല്ലേ. നിങ്ങൾ ചിന്തിക്കും ഫുൾ ടൈം തീറ്റ മാത്രമാണോ? സത്യമായിട്ടോ അതിനുള്ളോട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളെ കാത്തുമ്പോൾ ഐസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് 2-3 പീസ് എടുത്ത് കഴിച്ചു. എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ തല കറങ്ങും. ഇതെന്തൊരു കുമ്പളം കിട്ട കറി, ഇതെന്തോ വറുത്തരച്ച കറി. പിന്നെ ഇന്ന് രാത്രിക്ക് നമുക്ക് പനീർ ബട്ടർ മസാലയും പൊറോട്ടയായിരുന്നു. കൊച്ചു ബാക്കിയുണ്ട്, കുറഞ്ഞിന് വേണോ? എനിക്ക് ഒന്നാമത്തെ ഈ വറുത്തരച്ച് വെക്കുന്ന കറികളോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പൊ ഇന്നത്തെ എന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇത്രയ്ക്ക് തന്നെ ഉള്ളോട്ടെ. ഇതിനും കൂടുതൽ വീഡിയോ എന്നോട് എടുക്കാൻ പറ്റില്ല. നമ്മൾക്ക് അച്ഛമ്മ മരിച്ചു, അത് കഴിഞ്ഞു. നമ്മുടെ ജോലി ഒരു വശത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. ഞങ്ങളുടെ തൊഴിൽ അതാണെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ. ഒരു കുടുംബത്തിൽ ഒന്നും എങ്ങനെയാവാം, എങ്ങനെയാടാ എല്ലാവരും ഒന്നുപോലെ ആയി പോയത്? നീ ഒരു അറിയാണ്ടടാ. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലും ഒക്കെ വേണം. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.